സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ സംസ്ഥാനത്ത് സ്വർണത്തിന്റെ പേരിൽ വൻ തട്ടിപ്പ്. ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങൾക്ക് മുകളിൽ സ്വർണം പൂശി സ്വർണമെന്ന വ്യാജേനയാണ് കച്ചവടം. മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത്. സ്വർണം ഉരുക്കിയപ്പോൾ മാത്രമാണ് തട്ടിപ്പ് വെളിച്ചത്തായതെന്ന് ജ്വല്ലറുടമ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. മലപ്പുറം പള്ളിക്കൽ ബസാർ സ്വദേശിനി ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണവള മറ്റൊരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് വെളിച്ചത്തായത്. പിച്ചള ലോഹത്തിന് മുകളിൽ സ്വർണം പൂശിയാണ് സ്വർണ്ണവള എന്ന വ്യാജേന വിൽപ്പന നടത്തിയത്. ജ്വല്ലറിയിലെ അനലൈസറിൽ പോലും വ്യാജമാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് രണ്ട് സ്ത്രീകൾ ഇവിടെ ആഭരണം മുക്കാൻ വന്നു. ഞാനതിന് ഏകദേശം നല്ലൊരു വില കൊടുത്തു. രാത്രി ഞങ്ങൾ മെൽറ്റിങ്ങിന് കൊണ്ടുപോയപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കട്ടറിന് പിടിക്കുന്നില്ല. കട്ടർക്ക് പിടിക്കണില്ലാണ്ടപ്പോൾ ഞങ്ങൾ ഉടുക്കി ചൂടാക്കിയപ്പോൾ വെച്ചപ്പോൾ അത് പിച്ചളയാണ് പിന്നെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പാർട്ടീനെ വിളിച്ചപ്പോൾ പാർട്ടി വന്നു. എൻ്റെ കാശ് പോലും തിരിച്ചു തന്നിട്ട് അവരാ സാധനം തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ അവരോട് എന്താ പറഞ്ഞത് വെച്ചാൽ ഈ പാർട്ടീനോട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ സാധനം വിൽപ്പന നടത്തുമ്പോൾ നമ്മളെ കയ്യിൽ തന്നെ ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലൊന്നും കൊണ്ടുപോയി കൊടുത്താൽ ഈ സാധനം ഒരിക്കലും മനസ്സിലാക്കുക. അതിൻ്റെ മേലെ കോട്ടിങ് ആണ്. ഇത് കട്ട് ചെയ്ത് ഉരുക്കിയതിൻ്റെ ശേഷം നമുക്ക് അതിന്റെ പ്യൂരിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വ്യാജ സ്വർണം നൽകിയവർ പണം പൂർണ്ണമായും നൽകിയതോടെ വഞ്ചിക്കപ്പെട്ടവർ നിയമ നടപടിയിലേക്ക് കടന്നില്ല. സാധാരണ സ്വർണം 24 ക്യാരറ്റിന് 22 ക്യാരറ്റിലേക്ക് മാറ്റിയിട്ട് അത് തകിടും ഒക്കെ 3-4 പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വളമായി വരുന്നത്. ഇത് നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ചിലയിടത്തൊക്കെ ഇതിനായിട്ടുള്ള ആളുകൾ ഈ കൂലിയില്ലാതെയും ഒക്കെ ഇല്ലാതെ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യം കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്നാണ് ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പല ബാങ്കുകളിൽ പോലും ഇത്തരം വ്യാജ സ്വർണം നൽകി പണം തട്ടിയെന്നും വിവരമുണ്ട്. സാധാരണക്കാർക്ക് എന്നല്ല, ജ്വല്ലറി വ്യാപാരികൾക്ക് പോലും പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയാത്തത് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. മാന്യമായി കച്ചവടം ചെയ്യുന്നവർക്ക് ഇതൊരു പാരവെപ്പ് കൂടിയായി മാറുകയാണ്. സമീർ ബിൻ കരീം, 24, തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.